ഇഷാൻ ദേവിൻ്റെ പ്രോഗ്രാമിന് ആകെ കൊടുത്തത് 4 ലക്ഷം രൂപയാണ്. നമുക്കറിയാം ഏകദേശം 40-45ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു പരിപാടിക്കകത്ത് സ്വാഭാവികമായും ഈ തുക ചെലവ് വരുമെന്നുള്ളത് അത് തന്നെ വളരെ ചുരുക്കിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ബാക്കി തുക ഏതോ അദ്ദേഹത്തിന് കൊടുക്കാമെന്നാണ് ഏറ്റിരിക്കുന്നത്. ഇങ്ങനെ ഈ രൂപത്തിൽ വസ്തുത ഒന്നും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ മറ്റൊന്നുമായി തീരുന്നത് മാധ്യമങ്ങൾ ഇതിൻ്റെ വസ്തുത സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ അതുപോലും മറന്നുകൊണ്ട് എന്തെല്ലാം കള്ളപ്രചാരവേല, മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങുന്നതിന് വേണ്ടി 3 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന കള്ളപ്രചാരവേല ഈ പൊതുസമൂഹത്തിൽ നടത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഒരുപക്ഷെ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ ഇതിൽ നിർത്താൻ കൃത്യമായി സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് വരുന്നു, അതിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയാണ് ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നത്. അതാരും വെറുതെ വായിൽ നിന്നുണ്ടാക്കിയതല്ല. അതിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ കഴിയുന്നത് നിങ്ങൾ പറയുന്നത് സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയെന്നാണോ? അല്ല, സ്പെഷ്യൽ കമ്മീഷണർ ഗൂഢാലോചന നടത്തി എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ ഉദ്യോഗസ്ഥർക്കാർക്കോ ഈ യഥാർത്ഥ കണക്കിൻ്റെ വൗച്ചറുകളും ഇൻവോയ്സും കൃത്യമായി അത് വെച്ച് നടത്താതെ നേരത്തെ എസ്റ്റിമേറ്റ് ഓരോ ടീമിനെ സംബന്ധിച്ചും അവർ കൊടുത്ത എസ്റ്റിമേറ്റ് വെച്ച് ഏതോ ഒരു ഉദ്യോഗസ്ഥന് വന്ന പാകപ്പഴ ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഫർണിച്ചർ ആൻഡ് മിസേലിനിയസ് ഐറ്റംസ് ഫോർ എക്സിസ്റ്റിംഗ് ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൗസ്. അവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായും വിശിഷ്ടാതിഥികൾ വരുന്നത് കൊണ്ട് അവിടെ ഒന്ന് റിനോവേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് സ്വാഭാവികമായും വ്യക്തിപരമായി എടുക്കരുത് എന്നെൻ്റെ റിക്വസ്റ്റ് ഉണ്ട്, അപേക്ഷയുണ്ട്. ഒരിക്കലും ആങ്കറയല്ല, ബഹുമാനപ്പെട്ട ആങ്കറയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പേര് അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സുഖമാണ് അതിൽ നിന്ന് ലഭ്യമാകുന്നതെന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഏത് മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ, ഏത് പ്രതിപക്ഷ നേതാവ് ആയിക്കൊള്ളട്ടെ, അത് ഗസ്റ്റ് ഹൗസ് ഇന്ന് റിനോവേറ്റ് ചെയ്യുകയാണ്. അവിടെ ഈ പരിപാടി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശിഷ്ടാതിഥികൾ വരുന്നത് കൊണ്ട് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ഒന്ന് പുതുക്കി പണിയുക എന്നുള്ളത് സ്വാഭാവികമായ നടപടിയാണ്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയതാണ്, മെത്ത വാങ്ങിയതാണ്, അല്ലെങ്കിൽ മന്ത്രിമാർക്ക് വേണ്ടി സുഖ സൗകര്യങ്ങൾ ഒരുക്കിയതാണ് എന്ന രൂപത്തിൽ സമൂഹത്തിന് മുന്നിൽ കള്ളപ്രചാരവേല, വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് ഈ സമൂഹം എങ്ങോട്ടാണ് ഈ സമൂഹത്തെ നിങ്ങൾ മാധ്യമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ നയിക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ ഇടക്കാല റിപ്പോർട്ടിൽ ആ കണക്ക് അദ്ദേഹം അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് 4.5 കോടി പ്ലസ് GST എന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 5 കോടി. പക്ഷേ സ്പെഷ്യൽ കമ്മീഷണർ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം 10 കോടിയിലധികം രൂപയാണ്. ഉദ്യോഗസ്ഥരുടെ ചെറിയ ഒരു പിശകാണെങ്കിൽ ഇത്രയധികം വലിയൊരു വൈരുദ്ധ്യം വരുമോ ശ്രീ സുരേഷ് കുമാർ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എസ്റ്റിമേറ്റിൻ്റെ ഓരോ ഇപ്പോൾ ഭജനിൽ തന്നെ 4 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ്. അങ്ങനെ ഒരു ഭജൻ അവിടെ നടന്നിട്ടില്ല. നടന്നതാകട്ടെ ഇഷാൻ ദേവിൻ്റെ പ്രോഗ്രാമുമാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ ഓരോ കാര്യങ്ങൾക്കകത്തും വന്നിട്ടുള്ള ഈ എസ്റ്റിമേറ്റ് തുകയെടുത്ത് ആധികാരിക കണക്കുണ്ടാക്കി എന്നുള്ളതാണ് പാകപ്പിഴയാണ്. ഞാൻ അസന്നിഗ്ധമായി ഉറപ്പിച്ചു പറയുന്നു, ഇടതുപക്ഷ പ്രതിനിധി എന്നുള്ള നിലയിൽ തന്നെ പറയുന്നു. അതെവിടെയാണ് ആ പാകപ്പിഴ സംഭവിച്ചു പോയത് എന്നതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ പരിശോധനയിലൂടെ അത് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ള ക്ലറിക്കൽ എററാണോ അതോ അതിനപ്പുറം ഈ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും കരിവാരിത്തേക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണോ? ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. ചെറിയ ചില പിശക് വന്നിട്ടുണ്ടാകും. പക്ഷേ ഇങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു, അത് ദേവസ്വം ബോർഡ് മുന്നിലെത്തണ്ടേ? ദേവസ്വം ബോർഡ് അത് അംഗീകരിക്കണ്ടേ? അതിനുശേഷമല്ലേ ഹൈക്കോടതിയിൽ എത്തേണ്ടത്? ഇതൊന്നുമില്ലാതെ എങ്ങനെ ഈ റിപ്പോർട്ട് കോടതിയിലെത്തി? അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ അതിനൊരു മറുപടി പറയാം. കാരണം നവംബറിൽ ഓൾറെഡി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് മുമ്പാകെ സ്പെഷ്യൽ കമ്മീഷണർ. ആ നവംബറിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും ഈ റിപ്പോർട്ടിൽ മാറ്റി കൊടുത്തിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില പൊരുത്തക്കേടുകൾ ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. ശരി, നിങ്ങൾ ഈ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ വിജയൻ അസോസിയേറ്റ്സിന്റെ ക്രെഡിബിലിറ്റിയെ കൂടിയാണ് ബാധിക്കുന്നത്. ശ്രീ സുരേഷ് കുമാർ, എത്രയോ നാളായി ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന ടീമാണ് വിജയൻ അസോസിയേറ്റ്. അല്ല, നമ്മൾ എന്തിനാണ്, ഞാൻ ഇന്നലെയും ഈ ഒരു വാചകത്തിന്റെ പേരിൽ ഞാൻ ഇന്നലെയും ഒരുപാട് എനിക്ക് വഴക്ക് കൂടേണ്ടതായി വന്നു. ഞാൻ വിജയൻ അസോസിയേറ്റ്സ് എന്നോ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കാര്യമോ ഞാനിവിടെ പരാമർശിച്ചിട്ടുണ്ടോ? ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ഡോക്യുമെന്റ് വെച്ചാണ് സ്വാഭാവികമായും ചാർട്ടേഡ് അക്കൗണ്ട് ഈ കണക്കുകൾ തയ്യാറാക്കുന്നത്. അവരെടുത്ത് ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല. മറിച്ച് ഇതാണ് ആക്ച്വൽ തുക അല്ലെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസ് ഇതാണെന്ന് പറഞ്ഞിട്ടായിരിക്കാം
ഈ വിജയൻ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കയ്യിൽ കൊടുത്തിരിക്കാൻ സാധ്യത. അങ്ങനെയായിരിക്കാം ഇത് സംഭവിച്ചത്. അല്ലാതെ ഞാൻ പറയാത്ത കാര്യം എൻ്റെ നാവിലേക്ക് തിരികെ കയറ്റാൻ ബഹുമാനപ്പെട്ട ആങ്കർ പരിശ്രമിക്കരുത് എന്ന ദയനീയമായിട്ടുള്ള എളിയ റിക്വസ്റ്റ് കൂടെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കനകോലു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല പൂർണ്ണമായും ഈ സമൂഹത്തിന് മുന്നിൽ കത്തിച്ചു നിർത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവരിത് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ മാധ്യമങ്ങൾ കൂടെ ആ കെണിയിൽ വീണു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ദുരവസ്ഥ എന്ന് മാത്രമേ എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളൂ. ശരി, ശ്രീ വി ആർ അനൂപ്, സുരേഷ് കുമാർ പറയുന്നത് ഒരു കനകോലു സിദ്ധാന്തത്തിന്റെ പേരിൽ ഈ ശബരിമല വിഷയം ആളിക്കത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു, അതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ ആരോപണങ്ങളും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ, അത് പ്രത്യേകം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം സ്പെഷ്യൽ കമ്മീഷണറെ കുറ്റപ്പെടുത്തുന്നില്ല, വിജയൻ അസോസിയേറ്റ്സിനെ കുറ്റപ്പെടുത്തുന്നില്ല, ഏതോ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്ന പിശകാണ് ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞു നിൽക്കാൻ കഴിയുമോ CPM-ന്?